ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ കൈപ്പക്കായും മാങ്ങയും കൂടി മീൻകറി ഉപ്പ് വയ്ക്കാനാണ് പോണത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പാവയ്ക്ക പീസസ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യണേ. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കുറച്ച് വേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ബാക്കി പൊടികളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. നന്നായി വഴന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് പിന്നെ നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മതി. ഞാൻ ആദ്യം ഇട്ടത് ചെറിയ സ്പൂണായിരുന്നു, അതാണ് അങ്ങനെ. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അമ്മച്ചി കറിവേപ്പിലിടാൻ മറന്നുപോയി, അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മാങ്ങ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് ഒന്ന് വേവിക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇതിന് അതിൻ്റെ ആ ചാറ് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ, കാരണം തേങ്ങാപ്പാലാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത്. പാവയ്ക്ക് അത്ര കയ്പൊന്നും തോന്നാറില്ല ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ. ഈ മീൻ കറി വയ്ക്കുമ്പോൾ പാവയ്ക്കും അതുപോലെ നമ്മുടെ മാങ്ങയും കൂടിയിട്ട് മീൻ കറി വയ്ക്കുമ്പോൾ അധികം തോന്നാറില്ല കയ്പ്. ഏകദേശം പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഇതിലേക്ക് തെമ്പാലം ഒഴിച്ച് കൊടുക്കുക ചെയ്യണേ. അതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തെമ്പാലം ഒഴിച്ചാൽ മതി. ചിലപ്പോൾ പിരിയും, അറിയാലോ. തെമ്പാൽ നല്ല കട്ടിപ്പാലാണല്ലോ, അത് ഒഴിക്കുമ്പോൾ പിരിയും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ കറിവേപ്പിലും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ച് അതും കൂടി ഒഴിച്ചാൽ നമ്മുടെ പാവയ്ക്ക മാങ്ങ മീൻകറി വെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടത്. ചോറുണ്ണ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഒരു മീൻ വിഭവമാണിത്.